ഓൾ ഓഫ് യു വെൽക്കം സ്റ്റുഡൻസ്. നമ്മുടെ BCA BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ ഏതായിരുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു C ലാംഗ്വേജ്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് എന്താണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചാനലിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലാകണം. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ആവശ്യം. നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരുപാടുണ്ടാവും, പഠിക്കാത്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. ബയോ സയൻസ് പഠിച്ചു വന്ന അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. സോ നമ്മുടെ അവസാനം വരെ വീഡിയോ വാച്ച് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സുകൾ എങ്ങനെയൊക്കെ ഇനി മെച്ചപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കട്ടെ മക്കളെ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഈസ് എ മെയ്ഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ നോട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, അപ്പോൾ എൻ്റെ കൂടെ വായിച്ചോളൂ. Language is a made of communication that is used to share ideas, opinions with each other. For example, if you want to eat someone, we need a language that is understandable by both communicators. അത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം, നമുക്കൊരു കാര്യം വേണമെങ്കിൽ ആ കാര്യം നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് നമുക്ക് ആ കാര്യം വേണമെന്ന് പറയുക, അതിനുവേണ്ടി നാം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്ത് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സംസാരിക്കാത്ത ആളുകൾ, സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ അവരുടെ കാര്യങ്ങൾ, അവർക്ക് വേണ്ടതായ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ വേണ്ടവരോട് ചോദിക്കുന്നത് എന്താ, അവരുടെ ഭാഷയിലൂടെയാണ്. അപ്പോൾ എല്ലാം ഓരോ ഭാഷകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭാഷയാണ് എന്ത്, നമ്മളീ പറയുന്ന, നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം വേണം, ഈ കാര്യം മനസ്സിലാവണം, അതിനു വേണ്ടിയാണ് ഈ വീഡിയോ സെലക്ട് ചെയ്തതും എൻ്റെ വീഡിയോ, എൻ്റെ വോയിസ്, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ഇതും ഒരു തരത്തിൽ ഭാഷ തന്നെയാണ് മക്കളെ. ഓക്കെ, ഇനി വേറെ കാര്യം, ഇനി എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് that is used by programmers, developers to communicate with computer. It is a set of instructions written in any specific language like C, C++, Java, Python to perform a specific task. A programming language is mainly used to develop desktop applications, websites and mobile applications. എന്താ പറഞ്ഞത്, ഒന്ന് മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈസ് എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അതൊരു കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ പ്രോഗ്രാമേഴ്സ്, ഡെവലപ്പേഴ്സ്. അത് യൂസ് ചെയ്യുക പ്രോഗ്രാമേഴ്സ്, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആളുകളാണ് എന്ത് ചെയ്യുക, അതിനെ ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറയാറ്. പ്രോഗ്രാമേഴ്സ് എന്ന് പറയും, ഡെവലപ്പേഴ്സ് എന്ന് പറയും. അവർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രൂപരേഖയാണ്, അല്ലെങ്കിൽ ഒരു ഒരു മാതൃകയാണെന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ ഈ സ്പെസിഫിക് ലാംഗ്വേജ്. അതായത് C++, ജാവ, പൈത്തൺ, അതൊക്കെ എന്താണ് ഓരോ ഇൻസ്ട്രക്ഷൻസുകൾ. അതായത് നമ്മുടെ ഈ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതൊരു തരം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ല, അതായത് ഒരു കൂട്ടം ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, അവർക്ക് മനസ്സിലാക്കി അവരോട് പറയണം, നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് പറയണം. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ല ഇൻ എനി സ്പെസിഫിക് ലാംഗ്വേജ്, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് C ആവാം, C++ ആവാം, ജാവ ആവാം, പൈത്തൺ ആവാം, ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് കേട്ടോ. പിന്നെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡെവലപ്പ്. അതായത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ടു ഡെവലപ്പ് ഡെസ്ക് ടോപ്പ് ആപ്ലിക്കേഷൻസ്, ഡെസ്ക് ടോപ്പ് ആപ്ലിക്കേഷൻസുകൾ, വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻസുകൾ, നമ്മളിന്ന് കാണുന്ന ഇപ്പോൾ ഈ യൂട്യൂബ് ആണെങ്കിലും, വാട്സപ്പ് ആണെങ്കിലും, ഫേസ്ബുക്ക് ആണെങ്കിലും, ഇൻസ്റ്റഗ്രാം ആണെങ്കിലും, എക്സ് ആണെങ്കിലും, എക്സ് ആപ്പ്, അപ്പോൾ അങ്ങനെ ഏതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പ്രോഗ്രാം വഴി ഓരോ സോഫ്റ്റ്വെയർസുകൾ, ജാവ ആവാം, C ആവാം, C++, അതൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുന്ന
ആപ്പുകളൊക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ബേസ് ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് സംഗതി കേട്ടോ. പിന്നെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് നീഡ് ഫോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സെവറൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ആർ മെയ്ഡ് യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഒരു സെവറലായിട്ട് ധാരാളം നിരവധി സോഫ്റ്റ്വെയർ പാക്കേജുകൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, കാര്യങ്ങൾ മനസ്സിലായോ, എന്താണ് ലാംഗ്വേജ്, എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ടുള്ള ആവശ്യകത എന്താണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ലൈക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും ബേസാണ് പറഞ്ഞതും. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ എന്താണ് സി ലാംഗ്വേജിൻ്റെ ആവശ്യകത, സി ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. ഓക്കെ, എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക. നല്ല ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, പരമാവധി ഇനിയും വേഗത്തിലാക്കാൻ ശ്രമിക്കാം, കൂടെ നിൽക്കാം.